ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചെയ്ത് ഉദ്യതനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രത്യേകത എന്ന് പറയുന്നത് വാഗ്ദത്തത്തിന് ശേഷം രണ്ടാം ഞായറാഴ്ച. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നാം വായിച്ച് കേൾക്കാൻ പോകുന്നതായ എവൻഗേലിയോൻ ഭാഗം വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയസ്റ്റായുടെ സുവിശേഷം 11-ാം അധ്യായം 9 മുതൽ 20 വരെയുള്ള വേദഭാഗം ആണ്. ഈ ദിവസത്തെ എവൻഗേലിയോൻ 2 ഭാഗങ്ങളായി നമുക്ക് തിരിക്കാം. വിശുദ്ധ ലൂക്കോസ് എവൻഗേലിയസ്റ്റായുടെ സുവിശേഷം 11-ന്റെ 9 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പ്രാർത്ഥനയെ സംബന്ധിച്ചും 14 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തിയുടെ അടിസ്ഥാനം എന്ത് എന്നതിനെ സംബന്ധിച്ചും ഉള്ളതാണ്. പ്രാർത്ഥന സംബന്ധിച്ച് പറയുമ്പോൾ, യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പീൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവീൻ എന്നാൽ നിങ്ങൾക്ക് തുറക്കും എന്ന് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 7-ാം അധ്യായം 7 മുതൽ 11 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്ക് അത് വളരെ ക്ലിയറാവും. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 9-ൽ ഇതേ കാര്യം ആണ് എഴുതി ചേർത്തിരിക്കുന്നത് എന്നും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. യാചിക്കുക എന്നതിന് 3 ഉപാധികളുണ്ട്. വിശ്വാസത്തോടെ യാചിക്കണം, ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് അഥവാ ദൈവേഷ്ടത്തിന് സ്വീകാര്യമായ വിധത്തിൽ യാചിക്കണം, നിരന്തരമായി യാചിക്കണം എന്ന് ആണ് ഇവിടെ പറയുന്നത്. 1 യോഹന്നാൻ 5:14 പറഞ്ഞത്, അവൻ്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യം ആകുന്നു എന്നാണ് ഈ വേദഭാഗത്തിൽ പറയുന്നത്. അടുത്തത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 14 പറയുന്നത്, നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നത് ഒക്കെയും ഞാൻ ചെയ്തു തരും എന്നാണ് പറയുന്നത്. 1 പ്രാർത്ഥന എപ്പോഴും വിശ്വാസത്തോടു കൂടെ ആയിരിക്കണം. ഒന്നും സംശയിക്കാതെ വിശ്വാസത്തോടെ യാചിക്കണം. സംശയിക്കുന്നവർ കാറ്റടിച്ച് അലയുന്ന കടൽ തിരക്ക് സമൻ എന്നാണ് യാക്കോബ് ശ്ലീഹായുടെ പൊതുവിനെഴുതിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യത്തിൽ പറയുന്നത്. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് മത്തായി ശ്ലീഹായുടെ രക്ഷാസുവിശേഷം 21-ാം അധ്യായം 22-ൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ മോഹങ്ങളിൽ ചെലവിടേണ്ടതിന് തിന്മയായി യാചിക്കുന്നത് മൂലം ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്നാണ് യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യത്തിൽ പറയുന്നത്. 2 ദൈവ ഇഷ്ടമായിരിക്കണം നമ്മുടെ പ്രാർത്ഥനയിലൂടെ നാം യാചിക്കുന്നത്. നമ്മുടെ പ്രാർത്ഥനയിലൂടെ നാം ചോദിക്കുന്നത് നമ്മുടെ അത്യാവശ്യങ്ങളായിരിക്കില്ല, അനാവശ്യ കാര്യങ്ങളായിരിക്കും. പൗലോസ് ശ്ലീഹ നിഗളിച്ചു പോകാതിരിക്കാൻ ഒരു മുള്ള് ശരീരത്തിൽ നൽകിയിരുന്നു. അത് മാറ്റുവാനായിട്ട് 3 പ്രാവശ്യം ശ്ലീഹ പ്രാർത്ഥിച്ചു. അതിനുള്ള മറുപടിയായി എൻ്റെ കൃപ നിനക്ക് മതി എന്നാണ് അദ്ദേഹത്തോട് ദൈവം അരുളി ചെയ്തത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 7 മുതൽ 9 വരെയുള്ള വേദഭാഗം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്. എഡേസായിലെ മോർ യാക്കോബ് ആ മുള്ളിനെ പറ്റി രേഖപ്പെടുത്തിയിരിക്കുന്നത്, ശ്ലീഹായുടെ മടമ്പിൽ ഉപ്പൂറ്റിയിൽ ഉണങ്ങാത്ത നോവുണ്ടാകുന്ന ഒരു പുണ്ണ് ഉണ്ടായിരുന്നു എന്നാണ്. യേശുക്രിസ്തു ആ വേദന സഹിക്കുന്നതിനുള്ള കൃപയാണ് നൽകിയത്, സൗഖ്യം അല്ല എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. 3 നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കണം എന്ന് കർത്താവ് തന്നെ ഉപമയിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ലൂക്കോസ് എവൻഗേലിയസ്റ്റായുടെ രക്ഷാസുവിശേഷം 18-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വേദഭാഗം നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുന്നില്ല എന്ന തോന്നൽ പലപ്പോഴും നമുക്ക് ഉണ്ടാകാറുണ്ട്. ദൈവം ഒരിക്കലും നോ എന്ന് പറയുകയില്ല. യെസ് എന്നോ വെയിറ്റ് എന്നോ അഥവാ നിനക്ക് വേണ്ടി വേറെ പദ്ധതിയാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നതെന്നോ നമ്മെ നമ്മുടെ ഉള്ളിലുള്ള
പരിശുദ്ധാത്മാവിനാൽ നമ്മെ അറിയിക്കുന്നു എന്നുള്ളതാണ് സത്യം. ദൈവം എപ്പോഴും നമ്മുടെ നന്മ മാത്രം ആഗ്രഹിക്കുന്നു. നാം പൂർണ്ണ ഹൃദയത്തോടെ അന്വേഷിക്കണം, യാചിക്കണം. അത് ദൈവഹിതത്തിനും ആയി പൊരുത്തപ്പെടണം എന്ന് മാത്രം. ദൈവഹിതം നമുക്ക് വെളിപ്പെടണമെങ്കിൽ സർവോപരി വിശ്വാസത്തോടെ ദൈവത്തെ വിളിക്കണം. മിസ്റ്റർ ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായം 14 മുതൽ 20 വരെയുള്ള വേദഭാഗം പറയുന്നത് യേശുവിൻ്റെ അത്ഭുത പ്രവൃത്തികളുടെ അടിസ്ഥാനത്തെ ആണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നതെന്ന് നമുക്ക് അറിയാം. അത് വളരെ ധ്യാനിച്ച് നമ്മൾ വായിക്കുമ്പോൾ അത് നമുക്ക് ക്ലിയറാകും. അവൻ കാണിച്ചു കൊടുത്തതായ ഓരോ അത്ഭുത പ്രവൃത്തികളും ബേത്സബൂളിനെ കൊണ്ട് ആകുന്നു എന്ന് ജനങ്ങൾ പറഞ്ഞപ്പോൾ അത് ദൈവശക്തി കൊണ്ട് ആണ് എന്ന് അവൻ തെളിയിച്ചു കൊടുത്തു. ആ ശക്തിയിൽ നാം വിശ്വസിച്ച് ബാക്കി ജീവിതം ജീവിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ നാം നയിക്കപ്പെടും. പരിശുദ്ധാത്മാവ് എന്ന ദാനത്തേക്കാൾ ശ്രേഷ്ഠമായി ഈ ലോകത്തിൽ മറ്റൊന്നുമില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനം അളവും സന്തോഷത്തെയും ശക്തിയെയും ധൈര്യത്തെയും പ്രദാനം ചെയ്യുന്നു. അതിനാൽ പരിശുദ്ധാത്മാവിൻ്റെ പുതുക്കത്താൽ ദൈവത്തിൽ നിന്നും അനുഗ്രഹം പ്രാപിക്കുന്നതാകട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ഇന്നത്തെ ഞായറാഴ്ച നമുക്ക് എല്ലാവർക്കും ഒരു അനുഗ്രഹപ്രദമായ ഞായറാഴ്ച ആകട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.